Good morning, my dear children. So, we were learning lesson 3 responsibilities of a good citizen. Alle? So, we are continuing the same lesson. What is this? This is election. അല്ലേ ഇലക്ഷനിൽ നമ്മൾ വോട്ട് ചെയ്യുന്നതാണ്. So, being a responsible citizen. We can be responsible citizen if we carry out the duties as laid down by the Constitution of India. നമ്മൾ എങ്ങനെ റെസ്പോൺസിബിൾ സിറ്റിസൺ ആവും? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞു തന്ന എല്ലാ ഡ്യൂട്ടീസും നമ്മൾ ചെയ്യണം. ദെൻ ഓൺലി വി ക്യാൻ ബി എ റെസ്പോൺസിബിൾ സിറ്റിസൺസ്. ഓക്കെ, സോ ലെറ്റ് us ഡിസ്കസ് ഹൗ വി ക്യാൻ ഡു ദിസ്. ഇതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി. അല്ലേ, ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, അല്ലേ, ജനാധിപത്യ രാജ്യമാണ്. സോ ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി ദ ഗവൺമെൻറ് ഈസ് ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ ഡ്യൂറിങ് ഇലക്ഷൻസ്. അത് ഡെമോക്രാറ്റിക് കൺട്രിയിൽ എങ്ങനെയാണ് ഗവൺമെൻറ്റിനെ ഇലക്റ്റ് ചെയ്യുന്നത്, ഗവൺമെൻറ്റിനെ തീരുമാനിക്കുന്നത് അവിടുത്തെ പീപ്പിൾ, ജനങ്ങളാണ്. ഡ്യൂറിങ് ഇലക്ഷൻസ് വഴി, തെരഞ്ഞെടുപ്പുകൾ വഴി. It is the duty of each citizen who is 18 years old or above to cast his or her vote to elect a government. 18 years ആയിട്ടുള്ള എല്ലാ സിറ്റിസൺസിൻ്റെയും ഡ്യൂട്ടിയാണ് ഒരു ഗവൺമെൻറ്റിനെ ഇലക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ യു ക്യാൻ ഓൾസോ കണ്ടക്ട് എ ക്ലാസ് ഇലക്ഷൻ ടു ചൂസ് എ ക്ലാസ് മോണിറ്റർ പ്രിഫർ. ഓക്കെ, ഒരു ക്ലാസ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്തിട്ട് ക്ലാസ് മോണിറ്ററിനെ കണ്ടുപിടിക്കുക. So what should be the expectations of the class from the candidate? എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻസ്? എന്തൊക്കെ ആ ക്ലാസ് ഒരു മോണിറ്റർ ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുക? ഓക്കെ, അത് ചിന്തിക്കുക. സി ദിസ് ഇസ് എൻ ഇലക്ഷൻ, അല്ലേ? ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ദേ വിൽ പുട്ട് എൻ ഇങ്ക്, അല്ലേ, ഒരു ഇങ്ക് നമ്മുടെ വിരലിലിടും. The government provides us with a number of services to make our life more comfortable. അല്ലേ, നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് സർവീസസ് നമുക്ക് തരുന്നുണ്ട് നമ്മുടെ ലൈഫ് കംഫർട്ടബിൾ ആവാൻ വേണ്ടി. ഏതൊക്കെയാണ് സർവീസസ്? സം ഓഫ് ദീസ് സർവീസസ് ആർ ഹോസ്പിറ്റൽസ്, സ്കൂൾ, ട്രാൻസ്പോർട്ട് സച്ച് ആസ് ബസ്സസ് ആൻഡ് ട്രെയിൻസ്, പോസ്റ്റ് ഓഫീസസ്, പാർക്സ്, റോഡ്സ് ആൻഡ് സ്ട്രീറ്റ് ലൈറ്റ്സ്. It is our duty as good citizens to help the government carry out its work and safeguard the services provided to us. ഓക്കെ, നമ്മുടെ ഡ്യൂട്ടിയാണ് ഈ ഗവൺമെൻറ്റിനെ അവരുടെ വർക്ക് ചെയ്യാൻ സഹായിക്കുക, പിന്നെ അവർ തരുന്ന സർവീസസ് സംരക്ഷിക്കുക. ഓക്കെ, സി ദ ഗവൺമെൻറ്, ഹോസ്പിറ്റൽ, സ്കൂൾസ്, ദീസ് ആർ ഓൾ പബ്ലിക് പ്രോപ്പർട്ടീസ്. ഓക്കെ, ഗവൺമെൻറ് തരുന്ന സർവീസസ് ആണ്. Then this is transport, public transport, then roads, post office. Okay, the services are provided by the government from the money that it collects as taxes from us. ഇനി എങ്ങനെയാണ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ, ഈ സർവീസസ് ഒക്കെ തരാൻ ഗവൺമെൻറ് മണി? ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഫ്രം ദ ടാക്സസ്. നമ്മൾ ടാക്സ് അടയ്ക്കുന്നതിൽ നിന്നാണ് അവർക്ക് മണി കിട്ടുന്നത്. So an important duty of each citizen is to pay taxes so that the government has money to carry out its responsibilities. അപ്പോൾ ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് എല്ലാവരും ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടിയാണ് ടാക്സ് അടയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഗവൺമെൻറ് മണി ഉണ്ടാവും അവർക്ക് ഓരോ സർവീസസ് ചെയ്യാൻ. So besides paying taxes, one of our important duties is to take care of public property. ടാക്സ് അടയ്ക്കുന്നതിന് ഉപരി നമ്മൾ ഈ ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് പ്രോപ്പർട്ടീസ് നമ്മളത് ടേക്ക് കെയർ ചെയ്യണം, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പബ്ലിക് പ്രോപ്പർട്ടി ഇൻക്ലൂഡ്സ് ഓൾ ദ പബ്ലിക് സർവീസസ് ദാറ്റ് ദ ഗവൺമെൻറ് പ്രൊവൈഡ്സ് സച്ച് ആസ് സ്ട്രീറ്റ്സ്, ബസ്സസ്, ട്രെയിൻസ് ആൻഡ് ഫ്ലൈ ഓവേഴ്സ്. എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, സോ ദീസ് ആർ ദ പബ്ലിക് പ്രോപ്പർട്ടീസ്. അത് നമ്മൾ ഗവൺമെൻറ് തരുന്ന പബ്ലിക് സർവീസസ് ആണ്. സോ
So public property also includes our heritage or cultural sites. ഹെറിറ്റേജ് അല്ലെങ്കിൽ കൾച്ചറൽ സൈറ്റ്സും ആവാം. സി താജ്മഹൽ, ദിസ് ഇസ് എ ഹെറിറ്റേജ്, ഒരു മോണുമെൻ്റ് ആണ് അല്ലേ, ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പണിതതാണ്. സോ ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്. അത് ഹെറിറ്റേജ്, നമ്മുടെ പൈതൃകത്തിൻ്റെ ഒരു ഭാഗമാണ്. സോ ഓൾ ദ ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ആർ എ പാർട്ട് ഓഫ് അവർ ഹെറിറ്റേജ്. പണ്ടത്തെ മോണുമെൻറ്റ്സ് എല്ലാം, ബിൽഡിങ്സ് എല്ലാം ഹെറിറ്റേജിൻ്റെ ഭാഗമാണ്. ഇറ്റ് ഈസ് our ഡ്യൂട്ടി. See the World Heritage Sites in India. So it is our duty as good citizens to preserve it. നമ്മളത് പ്രിസർവ് ചെയ്യണം, സംരക്ഷിക്കണം. The government cannot maintain public property unless each one of us plays a role in preserving it. നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ചാലാണ് ഗവൺമെൻറ്റിനും അത് പ്രിസർവ് ചെയ്യാൻ പറ്റുള്ളൂ. So India is a large country with people of different communities living together. അല്ലേ, ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു കൺട്രിയാണ്, ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. സോ ഇറ്റ് ഈസ് ആ സോഷ്യൽ ബിഹേവിയർ വിത്ത് our neighbors and the community which reflects the unity in diversity. അല്ലേ, നമ്മുടെ സോഷ്യൽ ബിഹേവിയർ, നമ്മൾ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, വിത്ത് our neighbors, നമ്മുടെ അയൽക്കാർ, അവരോടൊക്കെയുള്ള പെരുമാറ്റത്തിലാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അതായത് ഒരു പല വിധത്തിലുള്ള ആൾക്കാരുണ്ട്, അതിലൊരു ഏകത, ഒരു ഒന്ന് എന്നുള്ളൊരു ഇത് വരുള്ളൂ. സോ ഗുഡ് സോഷ്യൽ ബിഹേവിയർ ഓൾസോ മേക്സ് us good citizens of our country and world. Okay, so thank you. Read the lesson very well. Okay.